നമ്മളിപ്പോൾ ഇഞ്ചമ്മൻ്റെ വീട്ടിലാണുള്ളത്. ഇതിൻ്റെ കസിൻസൊക്കെ ആണ്. പേര് പറയൂ. ഐഷ ഹിഫ്സ. പേര് പറയൂ. ഫാത്തിമ ദിവ. ഇത് ഇവളെ അനിയത്തിയാണേ. ഐഹ മാലിക്. കസിൻസാണ്. ഇതൊന്നല്ല, ഇതിലും കൂടുതലുണ്ട്. ഞങ്ങൾ മാങ്ങ കൊടുക്കാൻ പോയിട്ട് അപ്പുറമുള്ള വീട്ടിൽ റേസിങ് വെച്ചതാണ്. അവിടെ ആരെത്തും അയ്യ അവൻ്റെ വീട് അപ്പുറം കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇത് നമ്മളെ വീട് കേട്ടോ. ഇതാണ് വീട്. എഴുത്ത് നമ്മൾ 3 ദിവസം വരെ ഉണ്ടാവും. മദ്രസ ഒന്ന് കൂട്ടി. ഇതാണ് കേട്ടോ വീട്. ഗൈസ്, വെള്ളം കുടിക്കൽ പരിപാടിയിലാണ്. വെള്ളം തീർന്നു. ഇവിടെ ഇപ്പോൾ കെട്ടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. ഇവിടെ കെട്ടൊക്കെ പൊട്ടിച്ച് മരമൊക്കെ എടുത്ത് സ്ഥലമൊക്കെ മാറ്റി നമുക്കിനി അറ്റൊക്കെ വിട്ട കാറാണ്. ആ കാണുന്ന ഒരു ഇതില്ലേ വെളിച്ച്, അവിടെയാണ് ഇവൻ്റെ വീട്. തന്നെ ഇവിടെ ഒരു സോഫയാണ് ഉള്ളത്. പിന്നെ അവിടെ ടേബിള്, ഇവിടെ ഒരു റൂമുണ്ട്. ഇതാണ് റൂം. റാപ്പിച്ചിൻ്റെ റൂമാണ്. ടേബിള് ഉണ്ട്. പിന്നെ TV വർക്കാവാത്തത് കൊണ്ട് അവിടെ വെച്ചതാണ്. അവിടെ ഒരു റൂമുണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. മേലോട്ട് സ്ഥലമൊക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു പുറം ആണ്. ഇവിടെ കുറച്ച് അയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. വലിയ സ്പേസ് ഉണ്ട്. വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. അത് ഇത് റൂം സെറ്റാക്കും. താഴ്ന്ന് ഇവിടെ സോഫ ഉണ്ട്, ബാത്റൂം, പിന്നെ ഒരു കട്ടിൽ, ചെറിയൊരു റൂം. ഹോം ടൂറാണ്. ഒരു ഹോം ടൂർ പോലെ. ഇത് ഇഞ്ചമ്മൻ്റെ റൂമാണ്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. തലമാറ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ സ്പേസ്, പിന്നെ അവിടെ അങ്ങനെ ഉണ്ട്. ടീപ്പോയും ഉണ്ട്. അങ്ങനെ വരുന്നുണ്ട്. കട്ടിയൊക്കെ ഉണ്ടായത് തുറക്കാത്ത. നമുക്കിപ്പോൾ താഴത്തേക്ക് പോവാം. ഒരുക്കി പോവാണ്. ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. റൂം കാണാം. ഇവിടെ ഒരു ബാത്റൂം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ടീപ്പോയി. പിന്നെ ഇതൊരു സ്റ്റോർ റൂമാണ്. അത്യാവശ്യം സ്പേസുള്ള സ്റ്റോർ റൂമിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫ്രിഡ്ജാണ്. പിന്നെ ഇവിടെ കുറച്ച് ഒരു റാക്ക്, പിന്നെ മദ്രസ ബാഗ്, അങ്ങനത്തെ ബാഗ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഐഹ